അത് വായിച്ചൊടിക്കാനും ഉച്ചരിക്കാനൊന്നും പറ്റില്ല. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. സ്വീകരിക്കുന്നവരിലൂടെയാണ്. നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെയാണ്. ഈശ്വരനെ സ്വീകരിക്കുന്നവർ വ്യത്യസ്തപ്പെട്ടാണെന്നില്ല. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് രണ്ട് കൊല്ലത്തിൽ പറഞ്ഞ 4 വാക്യത്തിലല്ല വായിച്ചത്. ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു സുവിശേഷം ഞാൻ തന്നെയോ ഞാൻ തന്നെയോ എന്താ ഞാൻ തന്നെയോ അരിമാറാ. ഇന്നലത്തെ പൗലോസായിരിക്കും പൗലോസല്ലേ മാറ്റുന്നത്. അത് കണ്ടുകൊണ്ടാണ് അരിമാറാം. പാപം ചെയ്താൽ നഷ്ടപ്പെടും. റോമാർ 1-2 15 വാക്യം ദാനമിക്കും. മറ്റേ പോയല്ല വിചാരിക്കുമ്പോൾ പോയോ അതോ റോമ 11-29 ദാനങ്ങളെല്ലാം കിട്ടും. അത് രോഗശാന്തിക്കാരെ വിചാരിക്കാറുണ്ട്. രോഗശാന്തി നടക്കും. പക്ഷെ കൃപ അതുകൊണ്ടാണ് കൃപ നഷ്ടപ്പെടുത്തി കളയുന്നത്. 2 വാക്യത്തിൽ 2 വളരെ ദേവിയോടെയാണ് എനിക്ക് പറഞ്ഞത്. ഇവരൊക്കെ പറയുന്നത് കൃപ ചിലപ്പോൾ എന്റെ മക്കളെ വിളിക്കാൻ കേട്ടിട്ടുണ്ടോ? എന്തിനാ യോജന വിളിക്കുന്നത്? ഈ മക്കളെ പറയുന്നത് പോകാതിരിക്കുക. ഈശ പറയും കുഞ്ഞു മക്കളെ തന്നെ ഒരു യോജന കണ്ടില്ല. ആ 14 വാക്യത്തില് എന്താ പറയുക? കുഞ്ഞ് എന്താ പറയുക? കുഞ്ഞു മക്കളെ വായിച്ചത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തരാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. വസിക്കുന്നവരെ ശക്തി അല്ലെങ്കിൽ അവിടെ ഫലിപ്പിക്കുക. അപ്പോഴാണ് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചത്. വചനം വന്നപ്പോഴാണ്. അതാണ് യോഹന്നാൻ പഠിക്കരുത്. ഇഷ്ടമുള്ളത് വെറുതെ വെക്കാൻ വചനം നൽകുന്നാൽ നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുക്കുക. വചനത്തിൽ വർഷിച്ചാൽ ആ വചനത്തിൽ വർഷിക്കുക. ആ വാസന വർദ്ധിക്കണം. അതാണ് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക. ഇനി വായിക്കുക യശയ്യാവിന്റെ വായിക്കുന്നത്. അത് നമ്മളെ പറ്റിയാണ് യശയ്യാ പറഞ്ഞിരിക്കുന്നത്. സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് എവിടെന്നാ വിളിച്ചു? ഓരോ സ്ഥലത്തുനിന്നാണ് എന്നോട് വിളിച്ചത്. വിദൂര ദിക്കുകളിൽ നിന്ന് സ്ഥലത്തുനിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. സംഭവം വരും. അതുകൊണ്ടാണ് മിസ്റ്റർ പത്രോസ് പറഞ്ഞത്. പത്രോസ് 4:12-19 എന്തെങ്കിലും വരാമെന്നൊക്കെ തോന്നുന്നു. വെറുതെ നമ്മൾ തോന്നല നശിച്ചുകൊണ്ട് വരാൻ പോകണം. ഓർമ്മ സംഭവിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അത്യധികം ആഹ്ലാദിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രായത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. സൗലഭ്യം 2 മണിക്കൂർ കണ്ടെത്താൽ സൗലഭ്യമാണ് നടത്തുന്നത്. പട്ടത്താറ്റമ്മനായിരിക്കുന്നത് ജോസഫും തോമസും ജോസും എല്ലാം എല്ലാം സൗലഭ്യമായിരുന്നു. എവിടെ ചെന്നാലും എല്ലാം ആവശ്യമില്ല. ഇവിടെയാണ് വെറുതെ അവർ കയ്യിൽ പോയിരുന്നാൽ അടുത്ത് വരും. ഒരു അക്കൗണ്ട് യഥാർത്ഥത്തിൽ പോകുന്നു. അങ്ങനെ കൊടുക്കുന്ന ട്രെയിൻ ലേറ്റ് ആയി. അപ്പോൾ നോർത്തില് അത് പുതിയത്. അപ്പോൾ
രാത്രിയിൽ പ്രബോധനം നൽകുന്നു. രാത്രി പ്രബോധനം നൽകുന്നു. ഇപ്പൊ പരിപാടി എല്ലാം പതിനെട്ടുണ്ടോ എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ വായിച്ചു. രാത്രിയിൽ എന്റെ അന്തരംഗത്ത് പ്രബോധനം രാത്രിയും എന്റെ അന്തരംഗത്ത് പ്രബോധനം കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവർ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവർ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവന്റെ കുടുംബത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരും ആയവർക്ക് ദുരിതം. ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പ്രഭാഷകൻ 28 പണ്ടത്ത് പാരഭൂഷണനായി ഏഷണി എല്ലാം